അപ്പൊ ഇതാണ് നമ്മുടെ സ്നോ കണ്ട, ശരിക്കും സ്നോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ട. അപ്പൊ നമ്മുടെ പാവങ്ങൾക്ക് മഞ്ഞില്ലാത്ത നമ്മുടെ പാവങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ഇങ്ങനെ പൊളിച്ചിട്ട് അടിപൊളി മഞ്ഞായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാവുന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് നോക്കാം. അത് നമ്മുടെ സ്നോമാനൊക്കെ ഇതിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിലൂടെ റിന്യൂക്കെ പോയില്ല അതിന് കണ്ട സൂപ്പർ ആയിട്ട് നമുക്ക് സ്നോ കിട്ടിയിട്ടുണ്ട്. ഇനി കൊട്ടക്കണക്കിന് സ്നോ നമുക്ക് ഉണ്ടാക്കാം. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആക്സ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ക്രിസ്മസ് 25-ാം തീയതിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പൊ ചെയ്താലല്ലേ നിങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ നേരത്തെ കൂട്ടിന് നമ്മൾ ക്രിസ്മസ് ആക്സ് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേര് നമ്മുടെ ക്രിസ്മസ് ആക്സ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. അവർക്ക് മാത്രമല്ല, ക്രിസ്മസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കുള്ള സ്പെഷ്യൽ വീഡിയോ ആണത്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഈ വീഡിയോ. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇന്ന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് മാത്രമാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഫ്ലോപ്പ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസ് ഉണ്ടായില്ല. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിന്റെ തൊണ്ടേക്കറി കുരുങ്ങില്ല. അതുകൊണ്ട് എന്താ പറയാ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് മാത്രമേ ഉള്ളൂ ഇതില്. അപ്പൊ ഈ ഹാക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും ഇൻസ്റ്റയിൽ എനിക്ക് പിക്സ് ഷെയർ ചെയ്യണം. ഇൻസ്റ്റയിലോ ജിമെയിലോ എങ്ങനെയായാലും കുഴപ്പമില്ല, എനിക്ക് പിക്സ് ഷെയർ ചെയ്ത് തരണം. കാരണം ഇനിയൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ പിക്സ് ഇൻക്ലൂഡ് ചെയ്യണതായിരിക്കും. പിന്നെ ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം അവരൊക്കെ പിക്സ് അയച്ചുതരാൻ മറക്കരുത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട. അതിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് 7K അറ്റൈൻ ചെയ്തേക്കാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. പിന്നെ എന്താ പറയാനുള്ള, പിന്നെ അതേ സമയങ്ങളുടെ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. ഈ ഹാക്ക് കണ്ട് ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം നമ്മുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് സ്റ്റാർ ആണ്. ക്രിസ്മസ് ആയത് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് റോട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് തോന്നാം, അയ്യോ അതേ സ്റ്റാറുകൾ ഏതെങ്കിലും ഒരു വീട്ടിലിട്ടേക്കണ് കാണും നമ്മള്. അപ്പൊ സ്റ്റാർ എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ സ്റ്റാർ എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ നമുക്ക് വരയ്ക്കാൻ അറിയാന്നല്ലാണ്ട് ഉണ്ടാക്കാൻ മിക്കവർക്കും അറിയണ്ടാവില്ല. അപ്പൊ ഇവര് പറയുന്നത് ഈസി ആയിട്ട് ഒരു സ്റ്റാർ എങ്ങനെ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാന്നാണ്. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർ. അപ്പൊ ഇവിടെ യെല്ലോ, ഇവിടെ റെഡ്. അപ്പൊ 2 കളർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇത് ഭയങ്കര ഈസി ആയിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു A4 ഷീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വലിയ ഷീറ്റില് മടക്കിയിട്ട് ഇതേപോലെ ഉണ്ടാക്കാം. നല്ല രസമായിട്ട്. കാരണം ഇപ്പൊ സ്റ്റാറിനൊക്കെ ഇപ്പൊ പല പല വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വകയൊരു കുട്ടി സ്റ്റാർ. അപ്പൊ പ്രാവശ്യം അച്ഛനോട് പറഞ്ഞോളൂ, സ്റ്റാർ മേടിക്കണ്ട, ഞങ്ങള് ഉണ്ടാക്കി തരാം ഒരു അടിപൊളി സ്റ്റാർ. കണ്ട അപ്പൊ 2 സ്റ്റാർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിന് ഒട്ടിച്ച് വെച്ചേക്കണം. അപ്പൊ ശരിക്കും കണ്ട നിൽക്കുന്നത് അടിപൊളിയുണ്ട്. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ഹാക്കാണ്. 10ൽ 10 മാർക്ക് കൊടുക്കാം നമ്മള്. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. അപ്പൊ ഇത്തവണത്തെ ക്രിസ്മസ് നമ്മൾ അടിച്ച് പൊളിക്കും, നോക്കിക്കോ. അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് ഹാക്സും കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ ഹാക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചെയ്യുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്ക് ഒരു അടിപൊളി ഹാക്കാണ്. അപ്പൊ ഇത് ഞാൻ നെറ്റിൽ കുറെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ്. കാരണം നമ്മുടെ ക്രിസ്മസിന് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് സ്റ്റാർ പോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ക്യാപ്പ്. നമ്മുടെ ക്രിസ്മസ് അപ്പം വെച്ച് വരുന്ന ക്യാപ്പാണിത്. അപ്പൊ ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്. ഇത് വ്യത്യാസം കേട്ടോ മെറ്റീരിയല്. അപ്പൊ നമ്മള് എന്താ പറയാ, നമുക്കിപ്പോ പുറത്തുനിന്ന് മേടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പേപ്പർ വെച്ചിട്ട് ഒരു A4 ഷീറ്റ് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ പേപ്പർ ക്യാപ്പ്, ക്രിസ്മസ് ക്യാപ്പ് ഉണ്ടാക്കാന്നാണ് നമ്മൾ കാണാൻ പോണത്. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.
ഇതാണ് നമ്മുടെ ക്രിസ്മസ് ക്യാപ്പ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് എന്താ പറയാ, നമ്മൾ A4 ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ്. A4 ഷീറ്റ് നമ്മൾ അത് സ്ക്വയർ ആക്കി കട്ട് ചെയ്തെടുത്തു. അതൊക്കെ ഇതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതാണ് അതിന്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് അതിന്റെ ഫ്രണ്ട് ഭാഗം. പിന്നെയല്ലേ ഇതിന്റെ ഫ്രണ്ട് ഭാഗം, ഇതന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അപ്പൊ ഇത് നമ്മൾ കണ്ടില്ലേ, നൂലാണ്. ജസ്റ്റ് ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കാം. ഇത് നൂല് വെച്ചിട്ടാണ്. അപ്പൊ ഇത് വെറുതെ A4 ഷീറ്റ് ആണ്, 2 A4 ഷീറ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഇതേപോലെ അടിപൊളി ഒരു സ്റ്റാർ ഉണ്ടാക്കാം. എന്താ അപ്പൊ ഇതെനിക്ക് ഉണ്ടാക്കിയപ്പോ ഒരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സൈസ് ചെറുതായി പോയി. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ തലയുടെ സൈസിനനുസരിച്ചിട്ട് കുറച്ച് വലിയ പേപ്പർ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ പേപ്പർ എടുക്കുക, അത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക. അതിങ്ങനെ മടക്കിയാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലേക്ക് കറക്റ്റ് പാകാവുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അടിപൊളി ഹാക്കാണിത്. ഇത് നമ്മൾ 10ൽ 10 മാർക്കും കൊടുക്കട്ടോ. അത്ര അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് എങ്ങനത്തെ വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാറ്റാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പിയാണ് ഇട്ടത്. അപ്പൊ എല്ലാവരും ധൈര്യമായി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്കിൽ നമ്മൾ ഒരു അടിപൊളി ക്രിസ്മസ് കാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക ക്രിസ്മസ് കാർഡ്സ് ആണ്. അപ്പൊ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും നമ്മൾ ക്രിസ്മസ് കാർഡ് അയച്ചു കൊടുക്കും. അതുപോലെ ക്രിസ്മസ് കാർഡ് കയ്യിൽ കൊടുക്കും. അപ്പൊ നല്ല അടിപൊളി കാർഡ്സ് ചിലപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കും. ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊരു അടിപൊളി പോപ്പപ്പ് കാർഡാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു സ്ക്വയർ ഷീറ്റ് എടുത്തിട്ട് അതിനെ ട്രയാങ്കിൾ ആക്കി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കുമ്പോൾ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ വെച്ചുള്ള ക്രിസ്മസ് കാർഡ്. അപ്പൊ ഇതൊരു സൂപ്പർ ഹാക്ക് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഞാൻ ചുറ്റിപ്പോയി. ഈശ്വര, ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പൊ നിങ്ങളും ധൈര്യമായി ട്രൈ ചെയ്ത് നോക്കാം. കൊച്ചു കുട്ടികൾക്ക് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ദീപിക്ക് ഇത് കാണിച്ചു കൊടുത്തത്. ദീപി വാവുന്ന് അത്രയ്ക്ക് ഇഷ്ടമായി അവൾക്ക് തന്നെ. അപ്പൊ മുകളിൽ കാണിച്ചേക്കുന്നത് നമ്മുടെ സ്റ്റാർ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റാർ ആണ്. എന്താ ദീപി ദീപി വാവുന്നത് കണ്ടപ്പോ. അപ്പൊ നല്ല രസമായിട്ട് തന്നെ വരും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ ആയിട്ടുള്ള ഒരു കാർഡാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്താൽ അവർ ശരിക്കും ഞെട്ടിപ്പോവും. വാവ്, ഇത് എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കി തന്നാണെന്ന് പറയും. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ 10ൽ 10 മാർക്ക് കൊടുക്കണം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്ക് നമ്മളൊരു അടിപൊളി കാർഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു പോപ്പപ്പ് കാർഡ് തന്നെയാണ്. ഇതും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാർഡാണ്. അപ്പൊ ഇവരിവിടെ കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ മടക്കില്ലേ, പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ കിരീടമൊക്കെ വെക്കില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് ഇവർ ഉണ്ടാക്കിയിട്ട് കാർഡ്. ഇതൊരു ക്രിസ്മസ് ട്രീ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവർ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹാക്ക് നമുക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ക്രിസ്മസ് കാർഡ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളിത് നോക്കുമ്പോ തന്നെ മനസ്സിലാവാം, അടിപൊളിയുണ്ട്. അപ്പൊ ഞാനിത് ഉണ്ടാക്കിയിട്ടൊന്ന് മടക്കിയിട്ടാണ് ഒട്ടിച്ചേട്ടാ. അപ്പൊ ഒന്നുകൂടി നല്ലോണം വിരിഞ്ഞു നിൽക്കുമല്ലോ. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ പോപ്പപ്പ് കാർഡാണ്. മടക്കാത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള മടക്കണ്ട, ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഹായ് ഹാപ്പി ക്രിസ്മസ് എന്നിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഞാൻ ബാക്കിൽ ഇത് ചെയ്തു, ഉള്ളിലായിട്ട് ഇതും ചെയ്തു. അപ്പൊ അടിപൊളി കാർഡായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതിന് നമ്മള് 10ൽ 10 മാർക്ക് കൊടുക്കണം. അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പൊ എന്താ പറയാ, ഈ ഒരു ഹാക്കും സൂപ്പറായി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റഡ് ഹാക്കാണ്. കാരണം കുറെ പേര് എന്റെ അടുത്ത് ക്രിസ്മസ് അല്ലേ ചേച്ചി, അപ്പൊ സ്നോ എങ്ങനെ ഉണ്ടാക്കാം, ഹോം മെയ്ഡ് സ്നോ എങ്ങനെ ഉണ്ടാക്കാം, ഈസി ആയിട്ട് എങ്ങനെ സ്നോ ഉണ്ടാക്കാന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രിസ്മസ് ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും പറഞ്ഞതാ ചേച്ചി എന്ന് കുറെ പേര് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ 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 കുറെ സെർച്ച് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സ്നോ ഉണ്ടാക്കാന്ന്. അതും ഒരു മിനിമം ഒരു 10 രൂപ 20 രൂപയുടെ ചെലവിലാണ് നമ്മൾ ഈ സ്നോ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു സ്നോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഒരു പാമ്പേഴ്സ് ആണ്. അപ്പൊ ഒരു പാമ്പേഴ്സിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം സ്നോ ഉണ്ടാക്കാൻ പറ്റൂട്ടോ. അപ്പൊ ഇതിപ്പോ ദീപി ഇവിടെ പാമ്പേഴ്സ് ഉണ്ട കാരണം ദീപിയുടെ പാമ്പേഴ്സ് ആണ്. അപ്പൊ ഈ പാമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കുക. ഇങ്ങോട്ട് തിരിച്ചിട്ട്
ഇവിടെ ഞങ്ങൾ കട്ട് ചെയ്തത് കീറി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഒരു പഞ്ഞിയുടെ ലെയർ ഉണ്ട്. ആ പഞ്ഞിയുടെ അടിയിലും ഒരു ലെയർ വരുന്നുണ്ട്. ആ ലെയറും കൂടി അങ്ങോട്ട് മെല്ലെ പൊളിച്ചു കഴിഞ്ഞാലേ അതിന്റെ ഉള്ളിൽ ഫുള്ള് സോഡിയം പോളി എക്രൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ്. അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ അബ്സോർബന്റ് ആണ്. അത് വാട്ടർ എത്ര വേണേലും അബ്സോർബ് ചെയ്യും. അത് ഏകദേശം ഒരു 100 ടൈംസ് എന്തും കൂടി പറയുന്നുണ്ട്. ഞാനൊന്നും കൂടി നോക്കിയിട്ട് ഇതില് താഴെ ഒരു ഇത് കൊടുക്കാം. അപ്പൊ അത്രയധികം വെള്ളം ഒഴിക്കും തോറും ഇത് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ഈ സംഭവം ഇങ്ങനെ വീർത്ത് ഇങ്ങനെ വലുതായി നിറച്ച് മഞ്ഞായിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളിപ്പോ കാണാം. അപ്പൊ കണ്ട ഇത്തിരി ആ കെമിക്കൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തോരം സ്നോ ഉണ്ടാക്കി നോക്കിയ. അപ്പൊ ഇതാണ് നമ്മുടെ സ്നോ. കണ്ട ശരിക്കും സ്നോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കണ്ട പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഉണ്ടാക്കിയപ്പോ ഇത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, തരി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കിയപ്പോ ഇത് കുറച്ച് ഒരു ആക്രാന്തത്തിൽ കുറെ വെള്ളം കൂടി വാരി ഒഴിച്ചു. അപ്പൊ നിങ്ങൾ ഒഴിക്കുമ്പോ ഒരെണ്ണൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഏകദേശം ഒരു 4-5 ഗ്ലാസിന്റെ അടുത്ത് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിന്റെ ആ ഒരു കറക്റ്റ് സ്നോ പോലെ വരുന്നുണ്ടോ നോക്കിയതിന് ശേഷം പിന്നെ കുറെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. 4-5 ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ നല്ലൊരു സ്നോ തന്നെ നമുക്ക് അത്രയും വോളിയം കൂടി വരും. അപ്പൊ ഒരു അടിപൊളി സ്നോ ആയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിന്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പാടില്ല കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വയറ്റിന്റെ ഉള്ളിൽ ചിലപ്പോൾ വീർത്ത് സ്നാക്കി പോലെ അയാളെ പണി കിട്ടില്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ വായിലും മൂക്കിലൊന്നും പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ കുട്ടികൾക്കൊക്കെ കളിക്കാം. അപ്പൊ ഞാൻ അത് നെറ്റിലൊക്കെ നല്ലോണം സെർച്ച് ചെയ്തപ്പോ കണ്ടത് ഇത് സേഫ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കുട്ടി പേടിക്കാനൊന്നുമില്ല. കുട്ടികളും ഒക്കെ കളിക്കാനൊക്കെ ഈ സംഭവം തന്നെയാണ്. മഞ്ഞായിട്ട് കളിക്കാനൊക്കെ എല്ലാവർക്കും നമ്മുടെ അവിടെയൊക്കെ കൊടുക്കുന്നത്. അല്ലാണ്ട് നമുക്കിവിടെ മഞ്ഞ് വീഴ്ചയൊന്നും ഇല്ലല്ലോ. ഈ മഞ്ഞൊക്കെ കിട്ടണത് നമ്മൾ വല്ല ഷിംല, കാശ്മീർ, പിന്നെ എവിടെയോ ഊട്ടിയിലൊന്നും അങ്ങനെ മഞ്ഞ് വീഴണത് തന്നെ കണ്ടില്ല. അമേരിക്ക അങ്ങനെ പുറമെ രാജ്യങ്ങളിലൊക്കെ പോകണം. അപ്പൊ നമ്മള് പാവങ്ങൾക്ക് മഞ്ഞില്ലാത്ത നമ്മള് പാവങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാമ്പേഴ്സ് മേടിച്ചിട്ട് അതിങ്ങനെ പൊളിച്ചിട്ട് അടിപൊളി മഞ്ഞായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാവുന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മുടെ സ്നോമാനൊക്കെ ഇതിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ ഇവിടെ എറിഞ്ഞു കഴിഞ്ഞ് ഇവിടെയൊക്കെ പോയില്ല. അതിന് കണ്ട സൂപ്പർ ആയിട്ട് നമുക്ക് സ്നോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ വരുമ്പോ ഒരു പാമ്പേഴ്സിന്റെ ഒരു 10 രൂപയുടെ പാക്കറ്റ് 20 രൂപയുടെ പാക്കറ്റ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞ ക്രിസ്മസ് നല്ല ദിവസം നമുക്കത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി ബിൽക്കൂടും എല്ലാതും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഒരു അടിപൊളി ഹാക്കാണ്. 10 മാർക്ക് കൊടുക്കാണ്. നമ്മുടെ സൂപ്പർ ഹാക്കാണ്. അപ്പൊ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ജന എന്ന് പറഞ്ഞ കുട്ടിയാന്ന് തോന്നുന്നു. പിന്നെ ആരൊക്കെയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജയൻ നാരായണൻ എന്നങ്ങോട്ടാണ് ഐഡിയുടെ പേര് വരുന്നത്. അപ്പൊ അവർക്ക് സന്തോഷമെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ഇനി കൊട്ടക്കണക്കിന് സ്നോ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഹാക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾ പിക്സ് അയക്കാൻ മറക്കരുത്. അപ്പൊ ഇനിയൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഈ പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട് 2 വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ എന്തായാലും ഇതിന്റെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ട് 2 ചെയ്യണതായിരിക്കും. ഇതിനേക്കാളും കുറച്ചും കൂടി അടിപൊളി ഹാക്സും ആയിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വെച്ചാൽ മടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെന്താ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെന്താ, നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി കമന്റ്സ് നമ്മൾ വായിക്കുന്നതായിരിക്കും. പിന്നെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷന്റെ കാര്യം മറക്കണ്ട. അപ്പൊ അതിന് നിങ്ങൾ എന്താ പറയാ, അതിനുള്ള എൻട്രീസ് നിങ്ങൾ അയക്കുക. ജിമെയിൽ വഴി അയക്കുക, ഇൻസ്റ്റാഗ്രാം വഴി അയക്കുക കേട്ടോ. അപ്പൊ തംബ്നെയിൽ വെക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.